Good afternoon. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങി അല്ലെ, ഹൗസ് കീപ്പിംഗ് സർവീസസ്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്താ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് അല്ലെ. ഹോസ്പിറ്റലിലെ ക്ലീനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് തന്നെ എന്താ? ക്ലീനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ക്ലീനിങ്. നമ്മൾ പിന്നെ നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് സർവീസ്, അതർവൈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എൻവയോൺമെന്റൽ സർവീസ്, ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിംഗ് സേഫ്, ക്ലീൻ, പ്ലസന്റ്, orderly and a functional environment for both the patient and the hospital officials. Hospital സ്റ്റാഫുകൾക്ക് പേഷ്യൻസിനൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള, ഒരു ക്ലീൻ ആയ, പ്ലസന്റ് ആയിട്ടുള്ള, ചിട്ടയായ, ഓർഡർലി, ചിട്ടയായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുന്നത് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്. അപ്പൊ ക്ലീൻനെസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊവിഷൻ ഓഫ് ക്ലീൻ, കംഫർട്ട് ആൻഡ് സേഫ് എൻവയോൺമെന്റ് എന്നാണ് ഹൗസ് കീപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ദ 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിലുള്ള 3 പ്രധാനപ്പെട്ട ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ടു ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫസ് ഇൻ പേഷ്യന്റ് റൂം ആൻഡ് റെസ്റ്റ് റൂം. പേഷ്യന്റ് റൂമുകളിൽ, റെസ്റ്റ് റൂമുകളിലുള്ള ഹൈ ടച്ച് സർഫസ് ഏരിയകളൊക്കെ ക്ലീനിങ് ചെയ്യുന്നു. അതുപോലെ ഇത് സാനിറ്റൈസ് ചെയ്യുന്നു. പിന്നെ ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽ, സോപ്സ്, കണ്ടെയ്നർ, ഓഫീസ് സപ്ലൈസ് ഇതൊക്കെ ഫില്ല് ചെയ്യുന്നു. പിന്നെ അടുത്ത മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നു, നിർമ്മാർജ്ജനം ചെയ്യുന്നു. പിന്നെ അതിനകത്ത് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഇമ്പോർട്ടൻസ് ആണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസിൽ വരുന്നത്? ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ഹൈജീനിക് ആയിട്ടുള്ള, ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമത്തെ നോക്കിയാൽ ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷകള് നിറവേറ്റുക. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ പ്രശസ്തി നിലനിർത്തുക. അടുത്ത ലാസ്റ്റ് പറഞ്ഞ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. ഇത്രയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത്രയല്ലേ നമ്മൾ നോക്കി നിർത്തിയത്? ഓക്കെ, ഇത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് നമ്മള് നോക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ലക്ഷ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്: കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അതൊന്ന് കറക്റ്റ് ചെയ്തേ. കംഫർട്ടബിൾ എൻവയോൺമെന്റ് എന്നാണ് കേട്ടോ, ENVIRONMENT. കോമൺ സാനിറ്റേഷൻ, സാനിറ്റേഷൻ, ക്ലീൻനെസ്, കംഫർട്ടബിൾ, ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. പറഞ്ഞായിരുന്നോ? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞായിരുന്നോ? എല്ലാരും കഴിഞ്ഞതാണോ? ഓക്കെ, ലൊക്കേഷൻ മുതലാണോ? യെസ്. രണ്ടാമത്തെ എന്താ പറഞ്ഞിരുന്നത്? ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ്. പ്ലസന്റ് എന്നുള്ള വേണ്ട, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ജസ്റ്റ് പറഞ്ഞു പോയേ ഉള്ളൂ, ഒന്നും കൂടി പറയാൻ. എന്നാ പറഞ്ഞേ. ഓക്കെ. അപ്പൊ എനിക്ക് ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞ? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ്, കംഫർട്ടബിൾ എൻവയോൺമെന്റ്. സാനിറ്റേഷൻ ചെയ്യുക, പിന്നെ ക്ലീൻനെസ് വൃത്തിയാക്കുക, ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. ഇത് ഹൗസ് കീപ്പിംഗിന്റെ ലക്ഷ്യങ്ങളിലോ ഒന്നാണ്. അടുത്ത നോക്കിയാൽ ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. അവിടെ അറ്റ്മോസ്ഫിയർ എന്നാക്കുക കേട്ടോ. അറ്റ്മോസ്ഫിയർ എങ്ങനെ? ഒരു പൊളൈറ്റ്, ഒരു മര്യാദയുള്ള, റിലയബിൾ എന്ന് വെച്ചാൽ വിശ്വസനീയമായ, ഫ്രണ്ട്ലി, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം സൃഷ്ടിക്കുക, ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഇനി
മൂന്നാമത്തെ നോക്കിയേ, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻസ്. ഒരു ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഒരു നല്ലൊരു സൗഹൃദ ബന്ധം, ഒരു ഹാർട്ടി റിലേഷൻ, ഹൃദയമായ ഒരു ബന്ധം നിലനിർത്തുക. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ. പിന്നെ അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. സ്റ്റാഫിന്റെ, പേഷ്യൻസിന്റെ, അവർക്കുടെ ബന്ധുക്കളുടെ ഒക്കെ സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്തുക. നല്ല ക്ലീൻനെസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് കേട്ടോ. ക്ലീനിങ്ങിലൂടെ അവരുടെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുക. സ്റ്റാഫിന്റെ, പേഷ്യൻസിന്റെ, അവരുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. അടുത്ത നോക്കിയേ, ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. സാനിറ്ററി എക്യുപ്മെന്റ്സ്, സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, ക്ലീനിങ് ഏജൻസ്, ഏതാ നമുക്ക് ഈ ഡിറ്റർജൻസ്, പിന്നെ ബ്ലീച്ച്, അങ്ങനെയുള്ള ക്ലീനിങ് ഏജൻസ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ക്വാളിറ്റി നിലനിർത്തുക. റീസ്റ്റെയിൽ, നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക. ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. പിന്നെ അടുത്ത് നോക്കിയേ, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ, ഈ ഹൗസ് കീപ്പിംഗ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ, അതിന്റെ ഫീഡ്ബാക്ക്, ഇതെല്ലാം പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, അതിന്റെ ഫീഡ്ബാക്കും ഇതെല്ലാം കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്നുള്ളത്. ഇനി അടുത്തത് വരുന്ന ലൊക്കേഷൻ ആണ്. എവിടെ ആയിരിക്കണം ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ്, ഒരു ഡിപ്പാർട്ട്മെന്റ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ലൊക്കേഷൻ നോക്കിയേ, ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഏരിയകളിലും, ഓക്കെ, ഇപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഏരിയകളിലും ഈ ഹൗസ് കീപ്പിംഗ് സേവനം ചെയ്യുന്നു. അറ്റൻഡ് എന്ന് പറഞ്ഞാൽ സെർവ് എന്നുള്ള മീനിങ് ആട്ടോ. സെർവ്, സേവനം ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് പറഞ്ഞത് നമ്മള് ഹൗസ് കീപ്പിംഗ് എന്താന്നുള്ള വേർഡ് ഞാനൊന്ന് പറഞ്ഞു തന്നു. ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് തരാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും നിങ്ങൾക്കത് വായിച്ചാൽ അറിയാലോ. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത ലൊക്കേഷൻ ആണ്. ലൊക്കേഷനും നോക്കിയേ, അപ്പൊ എവിടെയാകാം, നമ്മള് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ ഏരിയാസിലും ഹൗസ് കീപ്പിംഗ് സേവനം ചെയ്യുന്നു. എല്ലാവരും അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കുന്നില്ലേ? അവിടുത്തെ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്ത് എല്ലാരും നീറ്റ് ആയിട്ടൊക്കെ സൂക്ഷിക്കുക. അതാണ് ഹൗസ് കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദോ മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. അണ്ടർലൈൻ ചെയ്തിട്ട്, അധികം പ്രധാനമില്ലാത്ത സ്ഥലത്താണ് ഇത് ലൊക്കേഷൻ. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ, അധികം പ്രധാനമില്ലാത്ത സ്ഥലത്തായിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ചെന്ന് കയറുന്ന അവിടെ തന്നെ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഹൗസ് കീപ്പിംഗ് സർവീസ് വെച്ച് അവിടെ ചൂലും ബ്രഷും കഴിവുള്ള സാധനങ്ങൾ, പാത്രവും ബക്കറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അത് നമുക്കൊരു മോശം ഒരു ഇത് ആയിട്ടുള്ള കാര്യമാണല്ലേ. നമ്മൾ പേഷ്യൻസ് ചെന്ന് കയറുമ്പോഴത്തേക്ക് അത് അത്ര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ല. പക്ഷെ ഹൗസ് കീപ്പിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് ഫ്രണ്ടിൽ വെക്കണ്ട, ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഏരിയയിൽ വെക്കണ്ട. അത് ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെ പറയുന്നില്ല. ഇവിടെ അധികം പ്രധാനമില്ലാത്ത പ്രദേശത്ത് വേണം വെക്കാനാ പറഞ്ഞേക്കുന്നത്. സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ, നമ്മൾ ചെന്ന് കയറുന്നിടത്ത് വെക്കണ്ട, അല്ലെ അങ്ങനെ ആ ഒരു ഇത് വേണ്ട. നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ് അധികം പ്രധാനമില്ലാത്ത സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്. Okay, it should be as far as possible centrally located and close to the vertical transport system
to make way for easy movement of housekeeping materials and equipments. Housekeeping മെറ്റീരിയൽസുകളുടെയും എക്യുപ്മെന്റ്സുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു മെഷീൻ, ഫ്ലോർ ക്ലീനർ, അങ്ങനെയൊക്കെ ഉള്ള ഓരോ മെഷീൻസുകളും സാധനങ്ങളൊക്കെ ഇല്ലേ, വാക്കും അങ്ങനെയുള്ളത്, പൊടിയൊക്കെ വലിച്ചെടുക്കാനായിട്ട്, അങ്ങനെയുള്ള ഓരോ എക്യുപ്മെന്റ്സിന്റെയും ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസിന്റെ ഒക്കെ ഈ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് എവിടെയാണ്, അത് ഒരു കേന്ദ്രീകൃതമായിരിക്കണം, അതൊരു സെന്ററിലായിട്ട് അത് ലൊക്കേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് far as possible centrally located. അത് ഏറ്റവും കഴിയുന്നിടത്തോളം അത് കേന്ദ്രീകൃതമായിരിക്കണം, സെന്റർ പൊസിഷനിലായിരിക്കണം. ഇപ്പൊ നമ്മൾ നോക്കിയ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് നേരെ അങ്ങനെ ഒരു ഫ്ലോർ അങ്ങനെ ഒരു ഫ്ലോർ അങ്ങനെ കിടക്കുക, അപ്പൊ അതിന്റെ ഏറ്റവും മൂലയ്ക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലേ, ഇപ്പുറത്തേക്ക് ഒരറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്തോട്ട് കുറെ ദൂരം അതൊക്കെ കൊണ്ടുവന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഏകദേശം എന്താണ് അതിന്റെ ഒരു സെന്ററിലായിട്ടായിരിക്കണം വെക്കുക. അപ്പൊ രണ്ട് സൈഡിലേക്കും മുകളിലേക്ക് താഴേക്കും ഒക്കെ ഇത് കൊണ്ടുപോകാൻ എളുപ്പത്തിന് നമ്മൾ ഒരു സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ഒരു മൂലയ്ക്ക് ഒന്നും കൊണ്ടുവന്നിട്ട് അത് വെക്കരുതെന്ന്. അല്ലെങ്കിൽ നമുക്കത് ഒത്തിരി ദൂരം കൊണ്ടുപോകേണ്ട വരുമല്ലോ. അതുകൊണ്ട് ഒരു ഏകദേശം ഒരു കേന്ദ്രീകൃതമായിരിക്കണം എന്നാണ്, എല്ലായിടത്തേക്കും ഇതൊക്കെ എളുപ്പത്തിൽ എത്തിക്കുന്ന രീതിയിൽ കേട്ടോ. അതാണ് close to the vertical transport system to make a make the way for easy movements of housekeeping materials and equipments. Housekeeping equipmentsകളുടെയും മെറ്റീരിയൽസിന്റെയും അതിന്റെ മൂവ്മെന്റ്സ് അത് കൊണ്ടുപോകുന്നതിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് കഴിയുന്നിടത്തോളം സെന്ററിലി ലൊക്കേറ്റഡ്, ഒരു സെന്ററിലായിരിക്കണം. പിന്നെ എന്തിനാ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട്, ഇതൊക്കെ വെർട്ടിക്കലി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വളഞ്ഞു വിരിഞ്ഞൊക്കെ കൊണ്ടുപോകണ്ടേ, ഇങ്ങനെ ഊട് വഴിക്കടെ അങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ ആ ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാനായിട്ട്, അതായത് ഇതൊക്കെ വേഗത്തിൽ എത്തിക്കുന്ന വേണ്ടിയിട്ട് അതേ രീതിയിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അവിടെ ഒന്ന് ആ നോൺ പ്രൈം ഏരിയ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. നോൺ പ്രൈം ഏരിയ, housekeeping department may be situated in a non-prime area. അധികം പ്രധാനമില്ലാത്ത പ്ലേസിലായിരിക്കണം അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, അത് സിറ്റുവേറ്റ് ചെയ്തത്. ഓക്കെ, ലൊക്കേഷൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക്. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് അത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഹൗസ് കീപ്പിംഗ് റിഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക്. ഇനി അവിടുത്തെ ഓർഗാനോഗ്രാം ആണ്, ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓർഗാനോഗ്രാം പഠിക്കണം. ഓക്കെ, ഓർഗാനോഗ്രാമില് ഫസ്റ്റ് വരുന്ന ഏറ്റവും ടോപ്പില് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, അദ്ദേഹമാണ് ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്. ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്, കണ്ടോ, അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്നത്. നോക്കാം, ആരാണ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ, ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. He or she should be able to form, control and develop housekeeping services in the hospital. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ, സേവനങ്ങൾ അത് രൂപീകരിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരിക്കണം, കഴിവ് വേണം. അവൾക്ക് അല്ലെങ്കിൽ അവന്, he or she should be able to form, control and develop, കണ്ടോ, രൂപീകരിക്കാനും നിയന്ത്രിക്കാനും വികസിപ്പിക്കാനുമുള്ള ഒരു കഴിവ് വേണം. ഇനി രണ്ടാമത്തെ പറഞ്ഞേക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഓക്കെ, ട്രെയിൻഡ് ആൻഡ് അക്വൈന്റഡ് എന്ന് വെച്ചാൽ പരിചയമുള്ള, പരിചയമുള്ള, നല്ല പരിശീലനം ലഭിച്ച, ട്രെയിൻഡ് ആയിട്ടുള്ള, പരിചയമുള്ള, ട്രെയിൻഡ് ആൻഡ് അക്വൈന്റഡ് വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ.
and able to manage the housekeeping staff. എന്ത് വേണം? ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയറില്, ഹൗസ്കീപ്പിംഗ് നടപടിക്രമങ്ങളില് അത് നല്ല പരിശീലനം ലഭിച്ച, നല്ല പരിചയമുള്ള ആളായിരിക്കണം. വിത്ത് ഏബിൾ ടു മാനേജ് ഹൗസ്കീപ്പിംഗ് സ്റ്റാഫ്. അതിനൊപ്പം തന്നെ എന്താണ്? ഹൗസ്കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനുള്ള കഴിവും വേണം. ആർക്ക്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പർ, ഫ്ലോർ സൂപ്പർവൈസറിന് അതിനുള്ള കഴിവ് വേണം. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള, പരിചയസമ്പന്നനായിട്ടുള്ള ആളായിരിക്കണം. എന്തില്? ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയറില്. ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയറില് ട്രെയിൻഡ് ആയിട്ടുള്ള, അക്വന്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിചയമുള്ള, പരിശീലനമുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ആളായിരിക്കണം. പിന്നെ അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവ് വേണം? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും വേണം. ഇനി അടുത്തതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അവരെങ്ങനെയായിരിക്കണം? ഇൻഎക്സ്പേർട്ട്, അധികം എക്സ്പേർട്ട് ആവണമെന്നില്ല. പഠിച്ചു വരാനും കഴുകാനും പോണ ആളുകൾ അത്ര എക്സ്പേർട്ട് ഒന്നും ആവണ്ട. അവരത് ചെയ്താണ് അവര് പരിചയമാക്കണത്. കുട്ടികളുടെ ട്രെയിനിങ്ങിലൂടെയൊക്കെയാണ് അവരത് പരിചയമാവുന്നത്. ഇൻഎക്സ്പേർട്ട്, അധികം എക്സ്പേർട്ട് വിദ്യാഭ്യാസ കാര്യങ്ങളോ ഒന്നും വേണ്ട. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അവര് കുറഞ്ഞ ശമ്പളമുള്ള ആളുകളാണ്. കൂടുതലും അനുഭവ പരിചയമില്ലാത്തവരും കുറഞ്ഞ ശമ്പളമുള്ളവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. must be well familiar with the housekeeping procedure by training and education. ട്രെയിനിങ്ങിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ അവർക്ക് എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി ഫെമിലിയർ, അവർക്ക് പരിചിതമായിരിക്കണം. ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും. അല്ലാതെ ആദ്യം വരുമ്പോ തന്നെ എല്ലാ എക്സ്പേർട്ട് ആവണമെന്നില്ല, അല്ലെ? അതിന് വലിയ ഇത് വേണ്ട, നമുക്ക് അധികം വിദ്യാഭ്യാസം വേണ്ട, അല്ലെങ്കിൽ ചെയ്ത് വലിയ പരിചയം അല്ലെങ്കിൽ വേണ്ട. അതെന്ന് പറഞ്ഞ ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്, അധികം പരിചയമില്ലാത്തവരും എന്താണ് പെയ്ഡ്, അവരുടെ പേയ്മെന്റ് കുറഞ്ഞ ശമ്പളം ഉള്ളവരും ആയിരിക്കും. പിന്നെ അവരത് ചെയ്ത് അവർ ട്രെയിനിങ്ങിലൂടെ എഡ്യൂക്കേഷനിലൂടെയൊക്കെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ അവർക്ക് ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മൂന്നും നോക്കുക കേട്ടോ. ഓർഗാനോഗ്രാം ഒന്ന് ടിക്കിട്ട് വെക്കുക, ഏതൊക്കെയാ വരുന്നേന്നുള്ളത് മാത്രം ഒന്ന് നോക്കുക. ഇനി അടുത്തത് നോക്കുക, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും അതുപോലെ സ്പേസും, ആവശ്യമായിട്ടുള്ള സ്പേസും. ഹൗസ് കീപ്പിംഗ് സർവീസിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്പേസുകൾ എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. The following facilities and space are needed for housekeeping. അപ്പൊ ഹൗസ് കീപ്പിംഗിന് വേണ്ട ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്പേസ് എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് വേണ്ട ഒരു ഓഫീസ് വേണം. ഓഫീസ് ഫോർ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഓഫീസ് വേണം. അതിന് വേണ്ടിയില്ല. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആരാണ്? ഹെഡ് ആണ്, അല്ലെ? ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ്. അദ്ദേഹത്തിന് ഒരു ഓഫീസ് വേണം. അപ്പൊ അത് സൗകര്യങ്ങളിൽ അത് വേണം, അതായത് അതിനുള്ള സ്പേസ് വേണം. ഹൗസ് കീപ്പിംഗില് നമ്മള് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഓഫീസ് വേണം. രണ്ടാമത്തെ നോക്കിയേ, ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാനുള്ള, ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ വേണം. ഓഫീസ് ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്, ക്ലറിക്കൽ വർക്കിനുള്ള ഏരിയ വേണം. പിന്നെ അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർക്ക് അല്ലെങ്കിൽ ഓഫീസ് സൂപ്പർവൈസർ, അദ്ദേഹത്തിന് ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസേഴ്സിനുള്ള ഓഫീസ് സ്പേസ് അവിടെ വേണം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഒരു ഓഫീസ് വേണം. ഫസ്റ്റ് നമ്മളെ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. ഇറ്റ് ഈസ് ഡിസറബിൾ ദാറ്റ് the floor supervisors are physically located in their concerned area of supervision where the personnel under them works. അപ്പൊ അതെങ്ങനെയാ? ഇറ്റ് ഈസ് ഡിസറബിൾ. ഡിസറബിൾ എന്ന് വെച്ചാൽ അഭികാമ്യം.
ഏറ്റവും അഭികാമ്യമായിട്ട് എവിടെ വെക്കാന്ന് നോക്കിയേ? ഏറ്റവും അഭികാമ്യമായത് ഡിസറബിൾ. ഇനി എഴുതിയോ? അഭികാമ്യമായ അഭികാമ്യമായ അഭികാമ്യമായ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നോക്കി, ഇറ്റ് ഈസ് ഡിസറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസർ ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ ദ കൺസേൺഡ് ഏരിയ ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷന് അവർക്ക് സൂപ്പർവൈസ് ചെയ്യുക അല്ലെ, അവർക്കുടെ കീഴിലുള്ള ജോലി ചെയ്യുന്ന ആളുകളെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എവിടെയായിരിക്കണം ഏകദേശം നമ്മള് അവരുടെ കീഴിൽ വരുന്ന ഈ സൂപ്പർവൈസേഴ്സിന്റെ ഒക്കെ കീഴിൽ വരുന്ന ജോലി ചെയ്യുന്ന ആളുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് വേണം. അവര് ജോലി ചെയ്യുന്നതുമായി ബന്ധമുള്ള അടുത്തായിരിക്കണം, ആ ഒരു ഏരിയയിലായിരിക്കണം, ബന്ധപ്പെട്ട ഒരു മേൽനോട്ട മേഖലയിൽ വേണം അവർക്ക് ഓഫീസ്, ഈ സൂപ്പർവൈസറിന്റെ ഓഫീസ് വെക്കുന്നത് അഭികാമ്യം. ഇപ്പൊ ഇവര് സൂപ്പർവൈസറിന്റെ കീഴിലുള്ള ജോലിക്കാര് ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, സൂപ്പർവൈസർ വേറെ സ്ഥലത്താണെങ്കിൽ എപ്പോഴും ഇവര് ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ സൂപ്പർവൈസറിന്റെ ഒക്കെ കീഴിൽ ജോലി ചെയ്യുന്ന പേഴ്സണൽസ് അവരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് വേണം ഈ ഓഫീസ് വെക്കാനായിട്ട്. അപ്പൊ അതിനുള്ള ഒരു ഏരിയ കൂടി അവിടെ വേണം. ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, അദ്ദേഹത്തിനുള്ള ഒരു ഓഫീസ് വേണം. അതെവിടെ വെക്കാന്ന് പറഞ്ഞാൽ ഫ്ലോർ സൂപ്പർവൈസർമാര് അവരുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥര്, കീഴില് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ ഒരു സൂപ്പർവിഷൻ മേഖലയിൽ തന്നെ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. എന്നുവെച്ചാൽ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് എളുപ്പത്തിന്. അടുത്ത നോക്കിയേ, സ്റ്റോറേജ് റൂം ഫോർ ദ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് ഉപകരണങ്ങള് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് റൂം വേണം. ഏതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? ബ്രൂംസ്, മോപ്പ്, പിന്നെ അതുപോലെ സ്റ്റൂള്, ഫ്ലോർ മെഷീൻസ്, അങ്ങനെയുള്ള എല്ലാ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകളും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. പിന്നെ അടുത്ത് നോക്കിയേ, സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്, ക്ലീനിങ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗ് സപ്ലൈസിന്റെ ഒക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് റൂം വേണം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സോപ്പ്, അതുപോലെ തന്നെ ബ്ലീച്ച്, ഡിറ്റർജന്റ്, അങ്ങനെയുള്ള ഡിസിൻഫെക്റ്റന്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം കീപ്പ് ചെയ്യാനുള്ള ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജും വേണം. അത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കിയേ? ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഓഫീസ് വേണം, ഏരിയ ഓഫ് ക്ലറിക്കൽ വർക്കിനുള്ളത് വേണം, ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഓർ ഓഫീസ് ഫോർ സൂപ്പർവൈസേഴ്സിനുള്ള ഒരു ഓഫീസ് വേണം, പിന്നെ സ്റ്റോറേജ് റൂം വേണം, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്യാൻ സ്റ്റോറേജ് റൂം വേണം, ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്, ഡിറ്റർജന്റ്, പിന്നെ ബ്ലീച്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, സാനിറ്റൈസർ, അങ്ങനെയുള്ളതൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂമും വേണം. ഇനി അടുത്ത് നോക്കിയേ, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് on all floors throughout the hospital equipped with the floor sink and floor sinks. അത്രയും നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്. ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് മീനിങ് വരുന്നുണ്ട്. ക്ലോസറ്റിന് ഒരു മീനിങ് ആണ് അലമാര എന്ന് വരുന്നുണ്ട്. ഇവിടെ മീനിങ് ഉദ്ദേശിക്കുന്നത് ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂം എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്. Housekeeping closets on all floors throughout the hospital equipped with the floor sink. Floor sink എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മള് തറയില് ഇത് സിങ്ക് വെക്കൂലേ, ടോയ്ലറ്റില് ബാത്റൂമിലൊക്കെ നമ്മൾ കുളിച്ച് വെള്ളം പോകാനായിട്ട് തറയിൽ ഒരു ഇത് വെക്കൂലേ, നമ്മൾ പുറത്തേക്ക് ഡയറക്റ്റ് ഒഴുക്കി കളിയല്ലോ ചെയ്യുന്നത്. ഒരു സിങ്ക്, അതിലേക്ക് വന്ന് കുളിക്കുന്ന വെള്ളമൊക്കെ വീഴും, അത് നമ്മൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ഒഴുക്കി കളിയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ അത് ഓസിക്കൂടെയൊക്കെ അതിന്റെ അടിയിൽക്കൂടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ആ ഒരു ടാങ്കിലേക്ക് വന്ന് വീഴുന്നത് അല്ലെ. ആ ഒരു ഇതിലേക്ക് കളിക്കുന്നത് നേരെ നമ്മൾ മിറ്റത്തായിട്ടൊന്ന് ഒഴുക്കി വിടുകയല്ല ചെയ്യുന്നത് ആ വേസ്റ്റ് വെള്ളങ്ങളൊക്കെ. അങ്ങനെയുള്ള ഒരു ഇത് വേണം. അത് ഹോസ്പിറ്റലിലെ ഓൾ ഫ്ലോർസ് ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ, എല്ലാ ഫ്ലോറിലും വേണം ക്ലോസറ്റ്, ടോയ്ലറ്റ് ഓർ ബാത്റൂം. അത് എന്ത് വേണം, എന്ത് എക്യുപ്മെന്റ്സ് വേണം? വിത്ത് ഫ്ലോർ സിങ്ക്. ഫ്ലോർ സിങ്ക് കൂടി വേണം. എന്റെ ബാത്റൂം ഒക്കെ കഴുകിയ വെള്ളമൊക്കെ നമ്മൾ അത് പോണ്ടേ,
അത് ഡ്രെയിനേജ്, അത് വേസ്റ്റ് വെള്ളമൊക്കെ പോകാനായിട്ട് ഫ്ലോറിൽ വെക്കുന്ന സിങ്ക്. സാധാരണ സിങ്ക് ഇല്ല, അതുപോലെ നമ്മൾ എല്ലാവരുടെയും ബാത്റൂമിൽ ഇല്ല അങ്ങനെ വെള്ളം പോകാനായിട്ട്, കുളിക്കുമ്പോൾ വെള്ളം പോകാനായിട്ട് അവിടെ താഴെ തന്നെ ഒരു സിങ്ക് അല്ലെ, കുളിക്കുന്ന വെള്ളമൊക്കെ കളയാനായിട്ട്. അങ്ങനെയുള്ള ഫ്ലോർ സിങ്ക് വേണം. നമ്മൾ അവിടെയൊക്കെ വാഷ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ അല്ലെങ്കിൽ പിന്നെ കളയാൻ പറ്റൂല്ലോ. അത് എല്ലാ ഫ്ലോറിലും ഇവിടെയും വേണം എന്നാ പറഞ്ഞേക്കുന്നത്. ആൻഡ് സ്പേസ് ആൻഡ് ഷെൽഫ്സ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ഈ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള സ്പേസ്, സ്ഥലം വേണം, ഷെൽഫ് വേണം. നമ്മൾ ഓരോ ഫ്ലോറിലും ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചറിയാം. അല്ലാതെ ഒരു ഫ്ലോറിൽ നിന്നിപ്പോ നമ്മള് ഒരു 5ാമത്തെ ഫ്ലോറിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ചൂലും ബ്രഷ് സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരാൻ പറ്റുമോ? അപ്പൊ ഓരോ ഫ്ലോറിലും ഉണ്ടാവും അവർക്കൊരു റൂം. അവിടെ ആയിരിക്കും അവര് ചൂല്, ബ്രഷ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, സാനിറ്റൈസർ, പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ഡിറ്റർജൻസ് സാധനങ്ങളൊക്കെ വെക്കുന്നത്. അവർക്ക് ഓരോ ഫ്ലോറിലും ഉണ്ടാവും. ആ ഒരു ഫ്ലോറിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ടാണ് ആ ഒരു ഫ്ലോറിൽ മുഴുവനും അവര് കഴുകുക ഇതൊക്കെ ചെയ്യുന്നത്. ഇവർക്കും ഓരോ സെക്ഷനായിട്ട് അങ്ങനെ ഉണ്ടാകും. അങ്ങനെ അത് വെക്കാനുള്ള ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള സ്പേസ്, ഷെൽഫ്സ് വേണം. അതുകൂടാതെ കാർട്ട്, വണ്ടികള്, അവര് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് തലയിൽ ചുവന്നും അങ്ങനെയൊന്നും അല്ലത് കൊണ്ടുപോകണത്. അതൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ കാർട്ട് വണ്ടികളിൽ വന്നിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അടിച്ചു വാരുന്ന വേസ്റ്റുകളും ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. കയ്യില് തൂക്കി പിടിച്ചു കൊണ്ടുപോകുമല്ല. അങ്ങനെയുള്ള കാർട്ട്, അതിനുള്ള വണ്ടികൾ വെക്കാൻ, ബക്കറ്റുകള്, സപ്ലൈകള് ഇതൊക്കെ വെക്കാനുള്ള സ്പേസും വേണം. ഇതിനുള്ള ഷെൽഫുകളും വേണം. ആ സെയിം part of daily routine, supplies for daily use of the floors at the department should be delivered on their faucets directly. എന്താ പറഞ്ഞേക്കുന്നത്? അവരുടെ ആ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട്, ദിനചര്യയുടെ ഭാഗമായിട്ട് എല്ലാ ഫ്ലോറുകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും ദൈനംദിന ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് അവരുടെ ക്ലോസറ്റ്സുകളിൽ ഡയറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ അതാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത് എല്ലാം കൂടിയും ഒറ്റ സ്ഥലത്താണ് അവര് സൂക്ഷിച്ചു വെക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പൊ അവിടെ നിന്നാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവര് അത് കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത്ര ഇതിനൊക്കെ ഉള്ള ഏരിയ വേണം. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, സാധനങ്ങള് വെക്കാനൊക്കെ ആയിട്ട് ഓരോ ഫ്ലോറിലും, എല്ലാ ഫ്ലോറിലും തന്നെ ഇത് വേണം. ഷെൽഫ് സ്പേസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത്രയും അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? എല്ലാ ഫ്ലോറിലും, ഹോസ്പിറ്റലിലെ എല്ലാ ഫ്ലോറിലും ക്ലോസറ്റ്സ്, ബാത്റൂം, ടോയ്ലറ്റ് അങ്ങനെയുള്ളത്, അത് വിത്ത് ഫ്ലോർ സിങ്ക് വേണം. ഈ വെള്ളമൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഫ്ലോർ സിങ്ക് വേണം. പിന്നെ സ്പേസുകൾ കൊടുക്കണം. പിന്നെ ഷെൽഫ്സ്, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്, കാർട്ട്, ബക്കറ്റ് ആൻഡ് സപ്ലൈസ് ഇതൊക്കെ വെക്കാനുള്ള സ്പേസ്, ഷെൽഫ്സ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അവരുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് അവരുടെ ദൈനംദിന ഉപയോഗത്തിനുള്ള സാധനങ്ങൾ അവർ നേരിട്ട് തന്നെ പ്രോസസ്സുകളിൽ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി അതിന്റെ ഫങ്ഷൻസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഡെയിലി ക്ലീനിങ്ങിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് രണ്ടും ഒന്ന് നോക്കി വെക്കുക. ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്. ഓക്കെ, ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്. ഈ ഡിപ്പാർട്ട്മെന്റിന് പല ടാസ്കുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദികളായിരിക്കും. The department is accountable for various tasks. The following are some of the functions. താഴെ പറയുന്നത് അതിന് കുറച്ച് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് നോക്കിയേ, ഡെയിലി ക്ലീനിങ്. ഡെയിലി ക്ലീൻ ചെയ്യും. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? അറിയാം, അവര് എല്ലാ ദിവസവും വന്ന് അടിച്ചു വാരി തുടയ്ക്കൂലേ റൂമൊക്കെ ഇല്ലേ? അതാണ് ഡെയിലി ക്ലീനിങ്. അപ്പൊ ഡെയിലി ക്ലീനിങ്ങിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ്. സ്വീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? തൂത്തുവാരുക, അടിച്ചു വാരുക. സ്വീപ്പിംഗ്, തൂത്തുവാരുക അല്ലെങ്കിൽ അടിച്ചു വാരുക. ആൻഡ് മോപ്പിംഗ് ഫ്ലോർ. മോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മോപ്പിംഗ് എന്താ? തുടയ്ക്കുക, അടിച്ചു വാരി തുടയ്ക്കും. എല്ലാ ദിവസവും ചെയ്യുമല്ലേ? തുടയ്ക്കുക എല്ലാ ദിവസവും ചെയ്യുമല്ലേ? അടിച്ചു വാരി തുടയ്ക്കുക. അവര് റൂമുകളൊക്കെ എല്ലാ ദിവസവും ആദ്യം അടിച്ചു വാരി വന്നിട്ട് അവര് തുടയ്ക്കും.
This consists of sweeping and mopping floors. പിന്നെ ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്, ഫർണിച്ചറിലേക്ക് പൊടികളൊക്കെ തട്ടുന്നു, ഡസ്റ്റിംഗ് ഫർണിച്ചർ. ക്ലീനിങ് ഫിക്സർ വാൾ. ഫിക്സർ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വാളിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അങ്ങനെയുള്ളതില്ലേ, അതാണ് ഫിക്സർ വാൾസ്. ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ അതൊക്കെ നമ്മളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ക്ലീനിങ് ഫിക്സർ വാൾസ്. പിന്നെ സീലിങ്സ്, മുകളില് സീലിങ്ങുകളൊക്കെ തൂക്കും. വിൻഡോസ് ആൻഡ് ബാത്റൂംസ്, വിൻഡോകള് ജനലുകളൊക്കെ ഒക്കെ എന്താ ഒന്ന് തൂത്തുകളയും. പിന്നെ ആൻഡ് ബാത്റൂംസ്, ബാത്റൂമുകളൊക്കെ കഴുകും. എംറ്റി ട്രാഷ്, ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവിറ്റുകൊട്ട കാലിയാക്കും, എംറ്റി ആക്കും. എന്താ വേസ്റ്റ് ഒക്കെ എല്ലാ ദിവസവും എടുക്കും അല്ലെ. ആൻഡ് defrosting refrigerators and nursing station. നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്ററുകളിലെ ഐസ് കഷ്ണങ്ങളൊക്കെ ഐസൊക്കെ തുടച്ച് വൃത്തിയാക്കും. ഇതെല്ലാം ഏതിന്റെ ഭാഗമാണ്? ഡെയിലി ക്ലീനിങ്ങിന്റെ ഭാഗമാണ്. അവരുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അവര് വന്ന്, നിങ്ങൾക്ക് അതാ ഞാൻ ചോദിച്ച അഡ്മിറ്റ് ആയിട്ടുണ്ടോന്ന്, അത് വന്നു കഴിഞ്ഞാൽ അറിയാം. അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് അറിയാം. അവര് ബാത്റൂം ഒക്കെ കഴുകും, പിന്നെ വന്ന് കറിയൊക്കെ ആണെങ്കിൽ വേഗം അടിച്ചു വാരിയിട്ട് തുടച്ചങ്ങ് പോവുക ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഒപ്പം തന്നെ അവര് അടിച്ചു വാരുന്നതിന്റെ ഒപ്പം തന്നെ ആ വേസ്റ്റ് ബാസ്ക്കറ്റുകളും അല്ലെ, പേപ്പറിന്റെ ഉണ്ടാവും, ഫുഡിന്റെ വേസ്റ്റ്, ഇതിനൊക്കെ പ്രത്യേകം ബിന്നുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും എടുത്തു കളയും അല്ലെ. എല്ലാ ദിവസവും കളയൂലേ അവര്, ക്ലീൻ ആക്കൂലേ? അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ അതിനകത്തൊന്ന് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർ, തറ അടിച്ച് തുടച്ചു വാരും. ഡസ്റ്റിംഗ് ഫർണിച്ചർ, ക്ലീനിങ് ഫിക്സർ വാൾസ്, സീലിംഗ്സ്, വിൻഡോസ് ആൻഡ് ബാത്റൂംസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ക്ലീൻ ആക്കും. നോക്കിയേ, എംറ്റി ട്രാഷ്, ചവിറ്റുകുട്ട, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അതൊക്കെ കളയുന്നു, അതിലെ വേസ്റ്റുകളൊക്കെ കളയുന്നു. ആൻഡ് ഡിഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നേഴ്സിംഗ് സ്റ്റേഷൻ, നേഴ്സിംഗ് സ്റ്റേഷനിലെ റെഫ്രിജറേറ്റേഴ്സിലെ ഐസൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു. ഇനി അടുത്തതാണ് പീരിയോഡിക് ക്ലീനിങ്. ഇതെല്ലാ ദിവസവും ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് പീരിയോഡിക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. ദിസ് ഇൻക്ലൂഡ്സ് വാഷിംഗ് വിൻഡോസ്, വിൻഡോ ഒക്കെ കഴുകുന്നു, വാഷിംഗ് വിൻഡോസ്. വാക്സിംഗ് ഫ്ലോർ, വാക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ക്ലീനിങ് തന്നെയാണ്, പക്ഷെ ഡീപ്പ് ക്ലീനിങ് ആണ്. സാധാരണ വെറുതെ ഒന്ന് തുടയ്ക്കണ പോലെയല്ല. വാക്സിംഗ് ഫ്ലോർ എന്ന് വെച്ചാൽ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡീപ്പ് ക്ലീനിങ് ആണ് വാക്സിംഗ് ഫ്ലോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ, ക്ലീനിങ് കാർപ്പറ്റ്സ്. അവിടെ കോമയുടെ ആവശ്യമില്ല കേട്ടോ. ക്ലീനിങ് കാർപ്പറ്റ്സ്, കാർപ്പറ്റ്സുകൾ, ചവിട്ടികള് എല്ലാ ദിവസമൊക്കെ അവര് കഴുകുകയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, അതൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നതാണ്, പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നതാണ്. ക്ലീനിങ് കാർപ്പറ്റ്സ്. ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്, ഉയർന്ന സീലിംഗ് ഒക്കെ പൊടിയൊക്കെ തട്ടുന്നു. എല്ലാ ദിവസവും വന്ന് അവർ മുകളിൽ കയറിയൊന്നും പൊടിയൊന്നും തട്ടൂല, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാട്ടോ. ഡസ്റ്റ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പേഴ്സ്, തുണികള് ചേഞ്ച് ചെയ്യുന്നു. തുണിത്തരങ്ങൾ, പേപ്പറീസ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് കഴിഞ്ഞ റൂം വെക്കേറ്റ്, അതിൽ വേറെ വരുന്നുണ്ട് കേട്ടോ. ഡിസ്ചാർജ് ക്ലീനിങ് വേറെ വരുന്നുണ്ട്. ഇത് ഡിസ്ചാർജ് ക്ലീനിങ് അല്ല ഉദ്ദേശിച്ചത്. അത് നാലാമത്തെ പോയിന്റിൽ നമുക്ക് ഡിസ്ചാർജ് ക്ലീനിങ് വേറെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് പീരിയോഡിക് ക്ലീനിങ്ങിൽ എന്താ, നമ്മൾ അത് പീരിയോഡിക് ഡിസ്ചാർജ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മള് എല്ലാ ദിവസവും ചെയ്യൂല, ഇടയ്ക്കൊക്കെ ആഴ്ചയിലോ ഒരിക്കലോ അല്ലെ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത്. പീരിയോഡിക് ആണ്, എല്ലാ ദിവസവും ചെയ്യുന്നതല്ല നോക്കാം. വാഷിംഗ് വിൻഡോ, വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ? ഡീപ്പ് ക്ലീനിങ് ആട്ടോ. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് വാക്സിംഗ് ഫ്ലോർ. ക്ലീനിങ് കാർപ്പറ്റ്സ്, ഡസ്റ്റ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രേപ്പറീസ്, തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് എന്ന് പറഞ്ഞ എന്താ? ചവിറ്റുകൊട്ട, വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലേ, അത് ട്രാഷ്. ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഗാർബേജ് വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാന്നുള്ള. ദിസ് ഇൻക്ലൂഡ്സ് കളക്ടിങ് ട്രാഷ് ആൻഡ് ഗാർബേജ് ഫ്രം വേരിയസ് പോയിന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന്, വേരിയസ് പോയിന്റ്സ്, പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ കളക്ട് ചെയ്യുക. ട്രാഷ് ആൻഡ് ഗാർബേജ്, വേസ്റ്റ് കൊട്ടകള്, അതിനകത്തുള്ള വേസ്റ്റുകൾ, ഗാർബേജ് മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അത് കളക്ട് ചെയ്യുന്നു. ആൻഡ് മൂവിങ് ദം ടു ദ ഇൻസിനറേറ്റർ.
ഡംസ്റ്റർ. ഇൻസിനറേറ്റർ, ഡംസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മളതെല്ലാം കൊണ്ടുവന്ന് കത്തിക്കുന്ന ഒരു സ്ഥലമില്ലേ. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ ചാമ്പലാക്കുക, കത്തിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇൻസിനറേറ്റർ കത്തിക്കുക. ഡംസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റുബിഷ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു കണ്ടെയ്നർ ആണ്. ഈ റുബിഷ് എന്ന് പറഞ്ഞ കുപ്പക്കൂന എന്നൊക്കെ പറയും. ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓരോ റൂമിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റുകൾ എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് അവര് വലിയൊരു ബിന്ന് ഉണ്ടാവും അവിടെ, വലിയൊരു ബിന്ന് അതിൽ കൊണ്ടുവന്നിട്ട് ഈ വേസ്റ്റുകൾ, അതിൽ പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാവും വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ കത്തിച്ച് കളയും. പേപ്പർ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ കൂടി കത്തിച്ച് കളയും. അതാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. കത്തിക്കുക എന്നുള്ളതാണ് ഡംസ്റ്റർ. അവിടേക്ക് ആ വേസ്റ്റുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഓരോ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നത് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ കത്തിക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഡിസ്ചാർജ് ക്ലീനിങ്. നാലാമത്തെ കണ്ടോ, ഡിസ്ചാർജ് ക്ലീനിങ്. നോക്കിയേ, ദിസ് ഇൻക്ലൂഡ്സ് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ഡിസ്ചാർജ്, transfer of a patient and make it ready for another patient. Okay, this includes cleaning the patient room after discharge or transfer of patient. Discharge അല്ലെങ്കിൽ discharge എന്ന് പറഞ്ഞാൽ transfer of patient ആണ് കേട്ടോ. Discharge or transfer of patient and making it ready for another patient. അപ്പോൾ discharge ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് അതാണ്. അപ്പൊ അത് എന്തിനു ഇതാക്കണം, അപ്പൊ അവര് ഡിസ്ചാർജ് ചെയ്ത് പോയാണെന്ന്, അപ്പൊ അതിനുശേഷം അടുത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആക്കണത്. അത് ഇതുപോലെ തന്നെ ഡീപ് ക്ലീനിങ് ആണ് വരുന്നത്. എല്ലാ സാധനങ്ങളും വൃത്തിയാക്കണ്ടേ, അലമാര സാധനങ്ങളെല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കുക. അതിന് സമയവും കൂടുതലെടുക്കും അല്ലെ. സാധാരണ വന്ന് അടിച്ചു തുടച്ച് പോകണമെങ്കിൽ എല്ലാം അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റൂമൊക്കെ ഒരു വെക്കേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ഒത്തിരി സമയം എടുക്കും. ഫുൾ അവര് ക്ലീൻ ആക്കുവാണ്. ഒരാള് ഡിസ്ചാർജ് ആയി പോയി, അടുത്ത പേഷ്യന്റിന് അത് ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആക്കുന്ന അതാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്സ്റ്റിമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്. ബഗ്ഗുകള്, ബഗ് എന്ന് വെച്ചാൽ എന്താ, ചെറിയ ചെറിയ പ്രാണികള് കീടങ്ങളൊക്കെ ഇല്ലേ, അതാണ് ബഗ്. പെസ്റ്റുകള്, പെസ്റ്റ് കീടങ്ങളെയും ചെറിയ പ്രാണികളെയും ഒക്കെ നശിപ്പിക്കുന്നു. എക്സ്റ്റിമിനേറ്റിംഗ് നശിപ്പിക്കുക. ബഗ്സ് ആൻഡ് പെസ്റ്റ് ചെറിയ ചെറിയ പ്രാണികളെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു. അടുത്ത ആറാമത്തെ നോക്കിയേ, പ്രിവെന്റിംഗ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും, തടയുന്നു. അപ്പൊ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, സാനിറ്റൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ പിന്നെ സ്പ്രെഡ് ചെയ്യൂല അല്ലെ, ആ ഒരു ചാൻസ് ഇല്ല. അപ്പൊ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. പ്രിവെന്റിംഗ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. ആൻഡ് എൻഷുറിംഗ്, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു പേഷ്യന്റ് കെയർ, നല്ലൊരു അന്തരീക്ഷം അവിടെ എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിനുള്ള കണ്ടീഷൻ ഉറപ്പുവരുത്തുന്നു, എൻഷുർ ചെയ്യുന്നു. അടുത്ത് നോക്കിയാൽ 7th വൺ ഏതാ, വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ ചെടികളൊക്കെ, ഉള്ളിലുള്ള ചെടികളൊക്കെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാവുമല്ലോ, ചെടികൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, നനയ്ക്കുക. വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. ഇതെല്ലാം അതിന്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഒന്നോട് നോക്കിയാൽ ഡെയിലി ക്ലീനിങ് ഉണ്ട്, പീരിയോഡിക് ക്ലീനിങ് വരുന്നുണ്ട്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവല്, ചവറ്റുകുട്ട, മാലിന്യം ഇതൊക്കെ റിമൂവ് ചെയ്യുന്നത്. പിന്നെ അടുത്ത 4th വൺ ഡിസ്ചാർജ് ക്ലീനിങ് വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റിമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്, ചെറിയ കീടങ്ങളെയും പ്രാണികളെയും ഒക്കെ നശിപ്പിക്കുന്നു. പിന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷം പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ലാസ്റ്റ് 7th വൺ വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സുകൾ നനയ്ക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഫങ്ഷൻസ് 7 പോയിന്റ്സ് ആയിട്ടാ പറഞ്ഞേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അതിനൊക്കെ പീരിയോഡിക് ക്ലീനിങ്ങില് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ക്ലീനിങ്ങിലൊക്കെ വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഡിസ്ചാർജ് ക്ലീനിങ്ങും നോക്കാം കേട്ടോ. ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ഡിസ്ചാർജ് ആൻഡ് മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. ഓക്കെ,
അതിനാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് ഡിസ്ചാർജ് ക്ലീനിങ്ങിന്റെ. അപ്പൊ ഡിസ്ചാർജ് ചെയ്തിട്ട് അടുത്ത പേഷ്യന്റിന്റെ റൂം റെഡി ആക്കുന്നത്, ഇതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. പിന്നെ ബഗ്സുകളെയും പെസ്റ്റുകളെയും ഒക്കെ എന്ത് ചെയ്യാ, നശിപ്പിക്കുക. പിന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. പിന്നെ നല്ലൊരു രോഗി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷം എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. പിന്നെ പ്ലാന്റ്സുകൾ ഒക്കെ നനയ്ക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. 2 തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് ഉണ്ട്. ഇൻഹൗസ് സർവീസസ് ഉണ്ട്, ഔട്ട്സോഴ്സിംഗ് സർവീസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇൻസോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഇൻസോഴ്സിംഗ് സർവീസസ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്, അല്ലെങ്കിൽ ഇൻഹൗസ് സർവീസസ്, ഔട്ട്ഹൗസ് സർവീസസ്. ഓക്കെ, അപ്പൊ ഇൻഹൗസ് സർവീസസ് ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ്. ഇൻഹൗസ് സർവീസസ് മീൻസ് ദ പ്രാക്ടീസ് ഓഫ് അസൈനിങ് ദിസ് വർക്ക് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിക്കുന്നത്, ആ ജോലി ഏൽപ്പിക്കുന്ന രീതി, അതാണ് ഇൻഹൗസ് സർവീസ് എന്ന് പറയുന്നത്. ഇൻഹൗസ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലില് നിലവിലുള്ള അതിന്റെ ഉള്ളിലുള്ള ആളുകളെ കൊണ്ട് തന്നെ ആ ജോലി ഏൽപ്പിക്കുന്നത്, അതേ ജോലി ചെയ്യുന്ന രീതിയാണ് ഇൻഹൗസ് സർവീസസ് എന്ന് പറയുന്നത്. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസ് ഉണ്ട്. ഔട്ട്സോഴ്സിംഗ് പുറമേ നിന്ന്, ഇപ്പൊ നമ്മള് കോൺട്രാക്ട് ഒക്കെ കൊടുക്കൂലേ, കരാർ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കൂലേ, അങ്ങനെ പുറമേ ഉള്ള ജോലി ചെയ്യുന്നതിനായിട്ട് പുറം കമ്പനിയെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറിനെയോ ഒക്കെ ഒരു നിയമിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. കിട്ടിയോ? ഇൻഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളിലുള്ള നമ്മള് ഇതിന്റെ ഉള്ളില് ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലില് നിലവിലുള്ള ആ ജോലിക്കാരെ കൊണ്ട് തന്നെ അവര് ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻഹൗസ് സർവീസസ്, അല്ലെ അവര് ജോലി ചെയ്യുന്നതാണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ കോൺട്രാക്ടർ കൊടുക്കോ അങ്ങനെ വലിയ വലിയ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പുറമെയുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ജോലി ചെയ്യുന്നതായി ഒരു പുറം കമ്പനിയെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറിനെയോ നിയമിക്കുന്ന പ്രോസസ് ആണ് ഔട്ട്സോഴ്സിംഗ്. ഇനി അതിനകത്ത് ഒരു ടേബിൾ ആണ്. ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ടേബിൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോളത്തില് 3 കോളായിട്ട് തന്നിട്ടുണ്ട്. ഏത് റോസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തില് ഇലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്, ഇതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇനി അടുത്ത രണ്ടാമത്തേല് ഇൻഹൗസ് സർവീസസ്, ഔട്ട്സോഴ്സ് സർവീസസ്. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി തന്നേക്കുന്നുള്ളൂ കേട്ടോ. ഇതിനൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, നമ്പർ. ഫസ്റ്റ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞ നമ്പർ ആണ്. എംപ്ലോയീസിന്റെ നമ്പർ ഇല്ലേ, തൊഴിലാളികളുടെ എണ്ണം, അത് നോക്കിയാൽ ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ. ഓതറൈസേഷന്റെ അനുസരിച്ച് എന്താണ്, ഫിക്സ്ഡ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. സ്ഥിര ആളുകള്, നിശ്ചയിച്ചിട്ടുള്ള ആളുകള്, സ്ഥിരം അവിടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഇന്ന വർക്കുകൾ ഇത്ര ആളുകൾക്ക് അവിടെ സ്ഥിരമായിട്ട് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്പർ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ. ഇനി അടുത്ത് നോക്കിയേ, ഔട്ട്സോഴ്സിംഗിൽ എങ്ങനെയാ, ക്യാൻ വേരി, സ്ഥിരമില്ല, ഇത്ര നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്പർ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. കണ്ടോ, വർക്ക് ലോഡ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ക്യാൻ വേരി, എങ്ങനെ വേരി ചെയ്യാ, ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച്, ഇപ്പൊ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ കുറെ ആളുകൾ വേണം അല്ലെ, വർക്ക് ലോഡ് കുറവാണെങ്കിൽ ചെറിയ വർക്കൊക്കെ ആണെങ്കിലും കുറച്ച് ആളുകൾ മതിയാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ട് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ ആയോ നമ്പർ? ഓക്കെ, എല്ലാവരും ഉറങ്ങിപ്പോയോ? ഇടയ്ക്കൊക്കെ ഒരു തമ്പിടുമൊക്കെ ചെയ്തേ, അല്ലെങ്കിൽ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ബിനോയ് ഒന്നും ഇല്ലേ ക്ലാസ്സില്? ഈ ബിനോയൊക്കെ ആദ്യം ചാടി കയറി ഓക്കെ മെസ്സേജ് ഇട്ടുണ്ട്. നോന്നാ, മനസ്സിലായില്ലേ? മനസ്സിലായില്ല എന്നാണോ, അത് ഉറങ്ങിയില്ല എന്നാണോ? ഇവിടെ ഉണ്ടെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അല്ലെ. ഉറങ്ങിയോന്ന് വെച്ചപ്പോ ഇല്ല എന്നുള്ളതിന്റെ മറുപടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉറങ്ങിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഒരു മെസ്സേജ് കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പറയുമ്പോ നമുക്കും നിങ്ങളത് മനസ്സിലാവണ്ടോ. അതിൽ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് 2 കൂട്ടർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വേഗം തീർത്ത് നിങ്ങളുടെ എക്സാം ഒന്ന് വേഗം കഴിഞ്ഞാൽ മതി എന്നുള്ള ഇതുള്ളൂ. ഈ 1 മാസം കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കാം എന്നാണ്
പിന്നെ നിങ്ങൾക്ക് ഷെറീന മാമിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പോ ഈ ഒരു ചാപ്റ്റർ കൂടിയാണ് ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹൗസ് കീപ്പിംഗ് ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ശരി ചുമയും ജലദോഷമാണ് അഭിനയിക്കുക. ഓക്കെ, എനിക്കത് ചെറിയ ഇന്നലെ തലവേദനയൊക്കെയായിരുന്നു. ഇതൊക്കെ കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ക്ലാസ് കളയാൻ പറ്റുമല്ലോ ക്ലാസ്. അതുകൊണ്ട് നമുക്കൊരു ഷെറീന മാമിന്റെ നെക്സ്റ്റ് ഇപ്പൊ വരും കേട്ടോ. അതൊക്കെ ഇതുണ്ട്. അല്ല ഷെറീന മിസ്സിന്റെ അവിടെ കുറച്ച് ടോപ്പിക് അവിടെ എടുക്കുന്നുണ്ട്. നിഷ മാം പറഞ്ഞില്ലേ നിങ്ങളോട്? അപ്പൊ അതുകൊണ്ട് ഷെറീന മിസ്സിന്റെ ഒരു ചാപ്റ്റർ കൂടി ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. എല്ലാ ചാപ്റ്ററും എല്ലാവരും എടുക്കാൻ ആപ്റ്റാണ്. എങ്കിലും ഒരാൾക്ക് തന്നെ ഫുൾ എടുക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് അത്രയും നിങ്ങളുടെ ആ ഒരു 6 മാസം കൊണ്ട് ഈ കോഴ്സ് നമുക്ക് തീർക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചാപ്റ്റേഴ്സ് ഓരോരുത്തരായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിലാണ് നമുക്ക് ആ സമയം കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരാൾ ഫുള്ളിരുന്ന് ഇത് തീർക്കാൻ പറ്റില്ല. പിന്നെ വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഓരോ ക്ലാസ്സിലേക്ക് നമുക്ക് കയറേണ്ടേയും വരും. ഷെറീന മാമിന്റെ ഒരു 4 ചാപ്റ്ററോ കറക്റ്റ് ടീച്ചർ പറഞ്ഞില്ല, കുറച്ച് ചാപ്റ്റർ ഉണ്ടെന്നാ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും, ഞാനും മാമും ഒക്കെ ഞങ്ങളൊക്കെ ഓരോ ചാപ്റ്റർ എടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എടുത്തതിന്റെ ഒരു ബേസ് ചെയ്തിട്ട് അതിന്റെ കണ്ടിന്യൂ വന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഞാൻ എടുത്തത്. ഏതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വന്നില്ലേ, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് വന്നത്. അത് ചെറിയൊരു ചാപ്റ്റർ ആണ്, വലിയ പ്രശ്നമില്ല. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചതല്ലേ, അതുകൊണ്ട് എളുപ്പമാണ്. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളൂ. അതിനകത്ത് കുറെ പോയിന്റ്സ് ആണ്. അതിലെല്ലാരും ഒന്നും ഫുള്ളൊന്നും പഠിക്കണ്ട. ഇതുപോലെ ഞാൻ ഇമ്പോർട്ടന്റ് ഉള്ളത് പറഞ്ഞുതരാം, അത് മാത്രം പഠിച്ചാൽ മതി. എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അല്ലാതെ ഞാൻ നോക്കട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുക്കാത്തത് കൊണ്ട് ഞാനത് നോക്കി വെച്ചിട്ടില്ല നമുക്ക് ഏതൊക്കെ ഇമ്പോർട്ടന്റ് എന്ന്. അപ്പൊ ഞാൻ അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കട്ടെ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടെ. അതിനനുസരിച്ച് ഞാൻ അതെടുക്കുമ്പോൾ പറഞ്ഞു തന്നേക്കാം കേട്ടോ. നമ്മളിപ്പോ എനിക്ക് ഡിവൈഡ് ചെയ്തേക്കുന്ന ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് നോക്കി. അതിൽ നിന്നുള്ളതൊക്കെയാണ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് വന്നത്. ആ ഒരു ചാപ്റ്റർ നോക്കിയിട്ട് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ എന്താ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് തീർക്കണം. അതിപ്പോ തീരട്ടെ. അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമായിരിക്കും എന്നാണ് വിശ്വാസം. 3 ക്ലാസ് മതിയാകും. അത് ആഴ്ച നമുക്ക് 3 ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നാളെ ഉണ്ടല്ലോ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും എല്ലാവർക്കും തീർന്നിട്ടാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുള്ളൂ. ഡേറ്റ് വന്നിട്ടില്ല, ഡേറ്റ് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഈ ടേബിളും കൂടി അങ്ങോട്ട് തീർക്കാൻ വേഗം. ടേബിളിൽ അധികം ക്വസ്റ്റ്യൻ ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. നമ്പർ എങ്ങനെയായിരുന്നു? നമ്മൾ ഇൻഹൗസ് സർവീസിൽ ഫിക്സ്ഡ് നമ്പർ ഉണ്ട്, തൊഴിലാളികൾ ഉണ്ട് അവിടെ. ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിലോ അത് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കും. വർക്ക് ലോഡ് അനുസരിച്ച്, വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ നമ്പർ വേണം, വർക്ക് ലോഡ് കുറവാണെങ്കിൽ കുറച്ച് എണ്ണം മതി. ഓക്കെ, അടുത്ത് നോക്കി കൺട്രോൾ. കൺട്രോൾ എങ്ങനെയാ? ഇനി അതിന്റെ നിയന്ത്രണം, ഡയറക്റ്റ് കൺട്രോൾ. ഇൻഹൗസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ്, അവിടെ നിലവിലുള്ള ജോലിക്കാരെ ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. അവിടെ ഡയറക്റ്റ് ഹോസ്പിറ്റലിന്റെ ഡയറക്റ്റ് കൺട്രോളിലായിരിക്കും. ഇവിടെയാണോ ത്രൂ കോൺട്രാക്ടർ. ഇവിടെ കോൺട്രാക്ടർ കൊടുക്കല്ലേ, കോൺട്രാക്ട് കൊടുക്കാണ് നമ്മള്. അപ്പൊ കോൺട്രാക്ടറിന്റെ കീഴിലായിരിക്കും കൺട്രോൾ എന്ന് പറയുന്നത്. ത്രൂ കോൺട്രാക്ടർ വഴിയായിരിക്കും അവിടെ ഇത് നടക്കുന്നത് കൺട്രോൾ. ഇവിടെ ഡയറക്റ്റ് കൺട്രോൾ. അടുത്ത നോക്കിയാൽ ഡിസിപ്ലിൻ. ഇവിടെ എങ്ങനെയാ ഡിസിപ്ലിൻ? എങ്ങനെയാ? നീണ്ട ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. ഒരു നീണ്ട ഒരു ഭരണ പ്രക്രിയയാണ് ഇവിടെ. അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിന് ഇതിനകത്തുള്ളത് തന്നെയാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് ആ ഡിസിപ്ലിൻ എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ. ഇവിടെ കോൺട്രാക്ടറിനാണ് ആ ഡിസിപ്ലിന്റെ ചുമതല, റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ച. അഷ്യൂർ ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. Hence, the standard of service can be more stable. അവർക്ക് കൊടുക്കുന്ന ആ സർവീസിന് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് കൂടുതൽ സ്ഥിരതയുള്ളതാണെന്ന്. നമ്മൾ നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് തന്നെ ആ ജോലി ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ട് സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് നൽകുന്നുണ്ട്, അഷ്യൂർ ചെയ്യുന്നുണ്ട്. Hence, standard of service can be more stable. സ്റ്റാൻഡേർഡ് കൂടുതൽ സ്ഥിരമായിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാ ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാ സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാ? സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്.
സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ ഒരു പ്രാവശ്യം വന്നവരായിരിക്കില്ല അടുത്തില്ല. ഇവിടെ സ്ഥിരമാണ്, സ്ഥിരം ഹോസ്പിറ്റലിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒരേ ലെവലിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. കണ്ടിന്യൂസ് സർവീസിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ ഒരേ രീതിയിലായിരിക്കും നിലനിൽക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെയോ ഔട്ട്സോഴ്സ് ആണ്. സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, സ്റ്റാഫുകൾ ചേഞ്ച് ചെയ്യാം. Hence the standard of service can vary. അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡേർഡ്, സർവീസിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, വേരി, വ്യത്യാസപ്പെട്ടിരിക്കാം. Hence the standard of service can vary. സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെട്ടിരിക്കാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്റ്റാഫുകൾ വേറെയാണ്. ഇപ്പൊ നല്ല നല്ല സ്റ്റാഫുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. എന്നാൽ ഇച്ചിരി മോശപ്പെട്ടവരൊക്കെയാണ്, ഇച്ചിരി മടിയുള്ള ആൾക്കാര് അങ്ങനെയൊക്കെയാണ് വന്ന ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് കുറവായിരിക്കും. അപ്പൊ അത് ചേഞ്ച് ചെയ്യാമെന്ന പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ പീപ്പിൾ, അവിടുത്തെ ആളുകളുടെ വരുന്ന സ്റ്റാഫുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന്റെ സ്റ്റാഫ് വേരി ചെയ്യുന്നത് കൊണ്ട് അതിന്റെ സ്റ്റാൻഡേർഡും വേരി ചെയ്യും. ഓക്കെ. ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ലീവ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി എങ്ങനെയാ? നോ ലീവ് റിലീഫ്. അവിടെ ലീവ് റിലീഫ് ഇല്ല. അവിടെ ഓക്കെ, ലീവ് റിലീഫ് ഇല്ല. ഇവിടെ എങ്ങനെയാ? അവർക്ക് ഫിക്സ്ഡ് ആയിരിക്കും. ഇത്ര ലീവ്, ഇപ്പൊ മന്ത്ലി 2 ലീവ്, അത് മാത്രമേ അനുവദിക്കുന്നുണ്ടാവുള്ളൂ അല്ലെ? ബാക്കി അങ്ങനെ പറ്റില്ല. നോ ലീവ് റിലീഫ്, ലീവ് റിലീഫ് ഇല്ല. ഇവിടെ എങ്ങനെയാ? ഔട്ട്സോഴ്സ് സർവീസസിലോ contractor provides the leave relief if so specified in the TORS, terms of reference. എന്താ പറഞ്ഞ? കരാറുകാരനാണ്, കോൺട്രാക്ടർ ആണ് അവധി ഇളവ് നൽകുന്നത്. കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീഫ്. ഓക്കെ, ടേംസ് ഓഫ് റെഫറൻസ് അവരുടെ കണ്ടീഷനും ഇതനുസരിച്ച് ലീവ് റിലീഫ് ഈ കോൺട്രാക്ടർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിയേ, ജോബ് ഡിസിപ്ലിൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ ആട്ടോ. ജോലിയുടെ ആ ഒരു തിരിവ്, ഡിസ്ക്രിപ്ഷൻ, ഓരോരുത്തർക്കും ഓരോ ജോലി, അങ്ങനെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാ? ആസ് ലെയ്ഡ് ഡൗൺ ബൈ അതോറിറ്റീസ്, അധികാരികൾ നിശ്ചയിച്ച പ്രകാരമായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നോക്കിയേ, ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്. കോൺട്രാക്ടറിനെ ബേസ് ചെയ്തായിരിക്കും, കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഒരു കരാറുകാരന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കും ഇത് നമ്മള് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അവരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് വരുന്നതൊക്കെ എൻഷുറിങ് ക്വാളിറ്റി. ക്വാളിറ്റിനെ എൻഷുർ ചെയ്യാൻ ഉറപ്പ് വരുത്തുക. ക്വാളിറ്റി എങ്ങനെയാ? അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. അറ്റ് ടൈംസ് എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, ചിലപ്പോൾ പരിപാലിക്കാൻ, ചിലപ്പോൾ അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, ചിലപ്പോൾ പരിപാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇവിടെ എങ്ങനെയാ? ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാൽറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. ഇതെങ്ങനെ പറഞ്ഞേക്കുന്നത്? ആ ക്ലിയർ ആയിട്ട് ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ്. ആ നമ്മള് ഇതിന്റെ ക്വാളിറ്റിയെ പറയുന്ന, അപ്പൊ അതിനകത്ത് അവര് ഡെലിവറി ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് അതില് എഴുതിയിരിക്കും. ഇനി എന്തെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പിഴ ഈടാക്കും. അതാണ്. അപ്പൊ ക്വാളിറ്റി എങ്ങനെയാ? അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യും. എന്തെങ്കിലും ഫോൾട്ടോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പിഴ ഈടാക്കും. എന്താ? ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാൽറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. പുവർ പെർഫോമൻസിന് അവിടെ പിഴ ഈടാക്കും. അത്രയും കാര്യങ്ങളാണ് ഇൻഹൗസ് സർവീസും ഔട്ട്സോഴ്സ് സർവീസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് ടേബിളിൽ തന്നിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, ടേബിളിൽ ക്വസ്റ്റ്യൻ ഒന്നും ഇതുവരെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. നമ്പർ, കൺട്രോള്, ഡിസിപ്ലിൻ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, എൻഷുറിംഗ് ക്വാളിറ്റി. ഓക്കെ, ഇന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട് സമയത്തേക്ക് 1-2 പോയിന്റ് പറയാം. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്നുള്ളത് ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അല്ലെ? ഇത് 4 എണ്ണം നോക്കി വെക്കുക.
പിന്നെ അടുത്ത ലൊക്കേഷൻ ആണ്. ലൊക്കേഷനിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? ലൊക്കേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ, അധികം പ്രധാനമില്ലാത്ത സ്ഥലത്ത് വേണം ഇത് ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ഓർഗാനോഗ്രാം പറഞ്ഞത്, അത് 3 ടിക്കറ്റ് വെക്കുക കേട്ടോ. ഏറ്റവും ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം. പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് സൂപ്പർവൈസർമാര്. പിന്നെ അടുത്തത് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. പിന്നെ അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു വെച്ചേരെ കേട്ടോ. ഇതുവരെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആ ഒരു സെക്ഷനിൽ കണ്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഏകദേശം നമ്മുടെ ഹൗസ് കീപ്പിംഗില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. സേഫ്റ്റി ഉറപ്പുവരുത്തുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക, അങ്ങനെ ആ ഒരു ഇത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ. പിന്നെ വരുന്നത് അതിനകത്ത് നമ്മള് ഫെസിലിറ്റീസ് ഏതൊക്കെ റൂം സ്പേസ്, ഓഫീസ് റൂം വേണം, ഏരിയ കറിക്കുലർ വർക്ക്, അങ്ങനെയുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഇതിനകത്തൊന്ന് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഫംഗ്ഷൻസില് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്, പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്, പിന്നെ നമ്മൾ ആ ഡിസ്ചാർജ് ക്ലീനിങ് പറഞ്ഞില്ലേ അതിനകത്ത്, അതങ്ങനെ തന്നെ സെന്റൻസ് എടുത്ത് ചോദിച്ചിരുന്നത്. ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ഡിസ്ചാർജ് ആൻഡ് മേക്ക് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. ഏത് തരത്തിലുള്ള ക്ലീനിങ്ങിൽ വരുന്നതാണെന്ന് ചോദിച്ചിരുന്നത് കേട്ടോ, ഡിസ്ചാർജ് ക്ലീനിങ്. അപ്പൊ അത് ഒന്ന് നോക്കി വെക്കുക, അത് പോകുന്നു അതിൽ നോക്കണം. പിന്നെ ഇലവൻസ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ് 2 എണ്ണത്തിന്റെ പേരൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇൻ ഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് സർവീസും, ആ 2 പേരൊന്ന് മാത്രം നോക്കി വെക്കുക. പിന്നെ ടേബിൾ ആണ്, ടേബിളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഫലം എന്താണെന്നുള്ളത്, നമ്മളൊരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്നതിന്റെ ഔട്ട്കം, അതിന്റെ ഫലം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ഫലമാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് പോയിട്ട് 1-2 പോയിന്റ് നോക്കാം. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അതുപോലെ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, കൺട്രോൾ ചെയ്യുക. അതല്ലേ ഏറ്റവും ഇത് അടിച്ചുവാരി തുടച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിടുമ്പോൾ നമുക്ക് ഇൻഫെക്ഷനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക ഇൻഫെക്ഷനെ. അതാണ് ഒന്നാമത്തെ ഫലം. ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട്, ക്ലീനിങ് ഒക്കെ ചെയ്തത് കൊണ്ട് നമുക്കുള്ള ഫലം എന്താണെന്നാണ് കേട്ടോ. ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. കർട്ടൈൻ ആവറേജ് ലെങ്തി ഓഫ് സ്റ്റേ. കർട്ടൈൻ എന്ന് വെച്ചാൽ കുറയ്ക്കുക, റെഡ്യൂസ് എന്നുള്ള മീനിങ് ആട്ടോ അവിടെ പറയുന്നത്. അതായത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നു. എന്താ അത് ഉദ്ദേശിക്കുന്നത്? കർട്ടൈൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നു. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഹോസ്പിറ്റലിൽ നല്ല ക്ലീൻ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ അസുഖമൊന്നും അവിടെ നിന്ന് വരുമൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മള് പെട്ടെന്ന് ഒരു പനി വന്നു, ഹോസ്പിറ്റലിൽ നല്ല നീറ്റാണ്, ക്ലീൻ ആണ്, എന്നാ പനി പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. എന്നാൽ അവിടെ നീറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അടിച്ചു വാരാനുള്ള വൃത്തിയാക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലോ നമുക്ക് വീണ്ടും ആ ഇൻഫെക്ഷൻ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് മാറാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ലഭിക്കുന്നതിലൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് അതിന്റെ ലെങ്ത് കുറയ്ക്കാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാം. അതാണ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നല്ല ക്ലീൻ ആണെങ്കിൽ, നല്ല ക്ലീൻ ആവുമ്പോ നമുക്ക് കിട്ടുന്ന ഫലമാട്ടോ ഈ പറയുന്നത്, ഹോസ്പിറ്റലില് സ്റ്റേ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയാൽ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ ചെലവില് കുറവ് വരും അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പിന്നെ നമുക്ക് അധികം ചെലവ് വരുമല്ലോ. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ, മെഡിക്കൽ ചെലവില് എന്താ കുറവ് വരും. ഡിസീസുകളൊന്നും രോഗങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് മാറും. പിന്നെ അധികം മെഡിക്കൽ കെയർ നമുക്ക് കൊടുക്കേണ്ടി വന്നില്ലല്ലോ. അപ്പൊ അതില് നമ്മൾ ചെലവാക്കുന്ന കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മതി, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്, ഔട്ട്കം, ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. വായിക്കണമെന്ന് തന്നെ ഇല്ല അല്ലെ, എല്ലാവരും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ. നമ്മൾ വീട്ടിലൊക്കെ പ്രോപ്പർ ആയിട്ട് അടിക്കലും വാരുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലേ.
വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതും എന്നൊക്കെയാണ്. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ളവരൊക്കെ ഇല്ലേ, പറയാലോ അവിടെ ക്ലീൻ ചെയ്യാൻ വരുമ്പോ അവര് എങ്ങനെയൊക്കെയാ ഡെയിലി ക്ലീനിങ് എങ്ങനെയൊക്കെ അവർ ചെയ്യുന്നേ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതൊക്കെ തന്നെ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കുന്നുള്ളൂ. ഇതൊക്കെ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇപ്പൊ ഷെറിന മിസ് ജോയിൻ ചെയ്യൂ കേട്ടോ.